में चलेगा? हाँ चलेगा। കൽക്കട്ട അല്ല, കൊൽക്കത്ത. കൊൽക്കത്തയിലേക്കുള്ള യാത്ര പൂർണ്ണമാകണമെങ്കിൽ പീല ടാക്സിൽ തന്നെ നമുക്ക് കയറണം. ഭായ് സാബ് ചലേ. ജീവിതത്തിന്റെ പ്രധാന ചടങ്ങുകളിൽ നീണ്ടകാലത്തെ ഭാഗമായിരുന്നു അംബാസഡർ കാറുകൾ. പ്രസവവേദനയുമായി ആശുപത്രിയിലേക്ക് പോകുന്ന സ്ത്രീകൾ, കൈക്കുഞ്ഞുമായി വീട്ടിലേക്കുള്ള മടക്കം, വിവാഹം, ആശുപത്രി യാത്രകൾ, ഇവയിലെല്ലാം താങ്ങായി ഓടിയത് ഈ അംബാസഡർ കാറുകൾ. ഇന്ത്യയുടെ ആദ്യ തലസ്ഥാനമായ കൊൽക്കത്തയുടെ വഴികളിൽ നിന്നും ഈ മഞ്ഞ വണ്ടികളെ മാറ്റി നിർത്താനേ കഴിയില്ല. വിഖ്യാത ചലച്ചിത്രകാരൻ സത്യജിത് റേ മുതൽ കഴിഞ്ഞ ദിവസം അന്തരിച്ച ഫോട്ടോഗ്രാഫർ രഘുറായ് വരെ നീളുന്ന പ്രതിഭകളുടെ നഗരക്കാഴ്ചയിൽ ഒഴിച്ചുകൂട്ടാനാവാത്തതായിരുന്നു ഈ മഞ്ഞ വണ്ടികൾ. आदमी आता है बाहर से, बहुत शौक से इसमें बैठता भी है, बहुत शौक से इसमें फोटो खिंचाता है, बहुत शौक से इसमें बैठता है आदमी लोग, क्योंकि ये पुराना गाड़ी है और ये 2 साल बचा हुआ और ये उसके बाद खत्म हो जाएगा ये, और कलकत्ता में फिर पीला गाड़ी नहीं दिखेगा. ഇനി ചരിത്രത്തിലേക്കൊരു റിവേഴ്സ് ഗിയർ ഇടാം. ബ്രിട്ടീഷ് കാലത്താണ് കൊൽക്കത്തയിൽ ടാക്സികളുടെ ചരിത്രം ആരംഭിക്കുന്നത്. 1958 ആയപ്പോൾ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് കൊൽക്കത്തയ്ക്ക് 18 കിലോമീറ്റർ അകലെ ഉത്തർപരയിൽ ഫാക്ടറി ആരംഭിച്ചു. മാർക്ക് 1 മുതൽ 4 വരെയും നോവ മുതൽ എൻഗോർ വരെയുമുള്ള മോഡലുകൾ കമ്പനി പുറത്തിറക്കി. മഞ്ഞ ടാക്സി ഓടിക്കുന്ന സിക്കുകാർ യാത്രക്കാരുടെ കാവൽക്കാർ എന്ന പേര് കൂടി നേടി. മൂടൽ മഞ്ഞിൽ പോലും കാണാവുന്ന നിറം ഒരു നഗരത്തിന്റെ നിറപ്പകിട്ടായി മാറുകയായിരുന്നു. ദുർഗാപൂജാക്കാലത്ത് മാ കാളിയുടെ ചിത്രങ്ങളുമായി ഇവയോടി. ടാക്സി യൂണിയനുകൾ നഗരത്തിലെ നിർണായക സ്വാധീന ശക്തിയായി. എന്നാൽ പുതിയ കാറുകൾ വിപണിയിൽ ഇറങ്ങുകയും ടാക്സി അനിവാര്യമല്ലാതായി മാറുകയും ചെയ്തതോടെ മഞ്ഞ ടാക്സികളുടെ നല്ല കാലം കഴിഞ്ഞു. സർദാർജിമാർക്ക് പകരം ബീഹാറിൽ നിന്നും UP-യിൽ നിന്നും ഡ്രൈവർമാരെത്തി. കോവിഡിന്റെ അടച്ചിടൽ കാലത്ത് നാട്ടിലേക്ക് മടങ്ങിയ പല ഡ്രൈവർമാരും പിന്നീട് കൊൽക്കത്തയിലേക്ക് തിരിച്ചെത്തിയില്ല. 2014 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡർ കാർ നിർമ്മാണം അവസാനിപ്പിച്ചിരുന്നു. ഓൺലൈൻ ടാക്സികൾ വീട്ടുപടിക്കലെത്തിയതോടെ പുതിയ കാലത്തെ വെല്ലുവിളികളെ ഓവർടേക്ക് ചെയ്യാൻ കഴിയാതെ ഈ പീലാ ഗാഡി കിതച്ചു. സർക്കാർ മുൻകൈയെടുത്ത് മഞ്ഞ ടാക്സികളെ കോർത്തിണക്കി യാത്രി സാത്തി ആപ്പ് പുറത്തിറക്കിയെങ്കിലും വേണ്ടത്ര വിജയം നേടാൻ കഴിഞ്ഞില്ല. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനായി ഡീസൽ വാഹനങ്ങൾ പുറന്തള്ളുമ്പോൾ ചരിത്രം കൂടിയാണ് ഈ തെരുവിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത്. ആരിഫ് മുഹമ്മദിനൊപ്പം D. Dhanasumod, Media One, Bengal.